ഹായ് ഫ്രണ്ട്സ്, നമ്മ വീടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കൊഞ്ച് പുരട്ടിയെടുക്കാം. അപ്പോൾ ആദ്യം കൊഞ്ചിനെ വൃത്തിയാക്കി കൊണ്ടുവരട്ടെ. ഇതാ ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടുന്ന കൂട്ടെന്ന് പറയുമ്പം തക്കാളി, ഉള്ളി, കാന്താരി മുളക്, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ഇത് ഇത്രയും കൂടെ നമുക്ക് അരച്ചിട്ട് വരാം. പാത്രം ചൂടായി, നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിൽ കടുക് വേണമെന്നുള്ളവർക്ക് താളിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ കറിവേപ്പില മാത്രമേ ഇടുന്നുള്ളൂ. നല്ല ഫ്രഷ് കരിവേപ്പിലയാണ്. അപ്പോൾ ഇച്ചിരി കൂടുതലിട്ടാലും കുഴപ്പമില്ല, നമ്മുടെ വീട്ടിൽ നിന്ന് പറിക്കുന്നത് തന്നെയാണ്. ഇരുന്നോട്ടെ. അപ്പോൾ ഇനി അതിൽ ഇതാണ്ടോ, ഇങ്ങനെയാണ് അരപ്പ് കൂട്ടരച്ച് വെച്ചേക്കുന്നത്. ഇതിന് നമ്മളിനി അതിന് ആ കരിവേപ്പില നല്ലോണം മൂക്കണമെന്നില്ല, അതിൽ കൂടെ നമുക്ക് ഇടാം. അതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറിയിട്ട്, അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോൾ ഒന്ന് മാറി. അപ്പോൾ നമുക്ക് ഈ ചെമ്മീനങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ പറയാൻ വിട്ടുപോയി, അരപ്പിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങളോട് പറയാൻ വിട്ടുപോയി. ഇനി നമുക്ക് ചെമ്മീനും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നോക്കിയിട്ടിട്ടാം. അരയ്ക്കുമ്പോൾ കൂടെ ശകലം ഉപ്പം അരയ്ക്കണം കേട്ടോ. അപ്പോൾ ഇച്ചിരി വെള്ളം, ഇത് ചെമ്മീൻ വേവണ്ടേ. അപ്പോൾ അത് നമുക്ക് മിക്സി കഴുകി വെച്ചിട്ട് മിക്സി കഴുകി കുറച്ച് വെള്ളം എടുത്ത് നമുക്ക് കൊടുക്കാം. അരപ്പയിൽ മിക്സിയിൽ എത്ര ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് ഇനി നമുക്ക് കിടന്നങ്ങോട്ട് വേവട്ടെ. ഇനി നമ്മൾ ശല്യം ചെയ്യണ്ട. അപ്പോൾ ഇതിൻ്റെ ഈ ചെമ്മീൻ വൃത്തിയാക്കുമ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള ബ്ലാക്കൊക്കെ എടുത്ത് കളയണം കേട്ടോ. അത് ഇച്ചിരി വിഷമെന്നൊക്കെ പറയണം. അതൊക്കെ എടുത്ത് നീറ്റാക്കി വേണം ചെയ്യാൻ. നമുക്കപ്പോൾ ഇനി അടച്ചു വയ്ക്കാം. അപ്പം നമുക്ക് നോക്കാം എന്തായിരുന്നു. മണം കൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ വയ്യ. കണ്ട ഏതാണ്ട് പാകമായിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമുക്കിതിനെ പുരട്ടിയെടുക്കാം. ഇത്തിരി ഇതിൻ്റെ കൂട്ട് വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ. നല്ല പുരണ്ടിരിക്കണ്ടെങ്കിൽ ഇങ്ങനെ എടുത്താലും മതി. ചോറിലൊഴിച്ച് കൂട്ടാനായാലും, ചപ്പാത്തിക്ക്, ദോശയ്ക്ക്, പുട്ടിന്, ബറോട്ടയ്ക്ക് എല്ലാത്തിനും ഈ കൂട്ട് കൊള്ളാം കേട്ടോ. ഇത് എന്താ പറയാൻ, അത് സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഇതിൽ നമുക്ക് കാന്താരി കൊണ്ട് കുരുമുളക് ഞാനിപ്പോൾ ഉണക്കായിട്ടത് പച്ച പറിച്ചുകൊണ്ട് വെച്ചിരുന്ന ഉണങ്ങിപ്പോയതാണ്. പച്ച കുരുമുളകാണ് ഇതിന് ഏറ്റവും അരയ്ക്കാൻ നല്ലത് കേട്ടോ. പച്ച കുരുമുളകും പച്ച കാന്താരിയും, പിന്നെ ചെറുള്ളിയാണ് ഏറ്റവും നല്ലത്. ഉള്ളിയും ഒരു പീസ് തക്കാളിയും, പിന്നെ പുതിനയില ഇടുക, മല്ലിയില, ഇതെല്ലാം കൂടി. കറിവേപ്പിലയും കുറച്ച് അരയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ മല്ലിയിലയും പുതിനയിലയും ഇപ്പം എൻ്റെ ഇല്ല, അതുകൊണ്ട് ഞാൻ കറിവേപ്പിലയും കൂടെ അരച്ചില്ല, ഇത് ഇട്ടതേ ഉള്ളൂ. ഇതെല്ലാം അരച്ച് ചേർക്കണം. കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും പച്ച കുരുമുളകും കൂടെ വേണം ഇതിന് ചേർക്കാനായിട്ട് കേട്ടോ. അപ്പം ഈ മണം ഇതോ ഇരിക്കില്ല. നമുക്കിത് സത്യം പറഞ്ഞാൽ വായിൽ വെള്ളം ഊർന്നെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്ര മണം. കണ്ടോ, ആ ഗ്രേവി ഉണ്ടോ, നല്ല സൂപ്പർ അടിപൊളി ഗ്രേവിയാണ്. ഇത് മതി, ഇപ്പം ഇത്രയും മതി നമുക്ക്. ഇനി അതൊക്കെ ഈ ഇതിലിരുന്ന് തന്നെ കുറച്ചും കൂടെ അങ്ങ് ഫ്രൈ ആയിക്കോളും. നമുക്ക് നല്ല ഫ്രൈ ആക്കി എടുക്കണ്ട. ഇതുണ്ടാക്കുന്ന ദിവസം നമുക്ക് വേറെ ഒഴിക്കാനും വേറെ മീൻകറി ഒന്നും തന്നെ വേണ്ട. ഒരു അവിയലോ തോരനോ അങ്ങനെ എന്തെങ്കിലും കൂടെയൊക്കെ മതിയാവും. എനിക്കിന്ന് വഴുതനങ്ങ അവിയലാണ്. അപ്പോൾ അതും ഇതും ധാരാളം മതിയാവും. പോരാത്തതിന് ഞാൻ പുളിശ്ശേരി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇത്
ഇത്രയും മതി. ഇനി ഇത് കുറച്ച് കഴിയുമ്പോഴേ കുറേ കൂടി അങ്ങ് നല്ല വറ്റി ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. ഇതിലേക്ക് ഈ പാത്രത്തിൽ ഇരുന്ന് തന്നെ വറ്റും. പാത്രത്തിൽ നല്ല ചൂടല്ലേ. അപ്പോൾ ഇപ്പം കുറച്ചുകൂടെ കഴിഞ്ഞ് കാണിച്ചു തരാം കേട്ടോ. വറ്റിയിട്ട് കണ്ടോ, നല്ല നല്ല കുറുവി. ഇനി ഇത് നമുക്കിനി ഒന്നും ചെയ്യണ്ട. ഇനി നമുക്ക് സെർവ് ചെയ്യാനുള്ള പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കണമല്ല, നിങ്ങൾ ചെയ്തു നോക്കിയേ. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അത്ര മണം ഒന്നത്. പിന്നെ ഈ ചെമ്മീൻ നല്ല ടേസ്റ്റും മണവും രുചിയാണല്ലോ. അപ്പോൾ ഈ കൂട്ടും കൂടി ചേരുമ്പം ബഹുഖേമായി നല്ല പുന്നലിൻ്റെ ചോറുണ്ണാനായിട്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചെറിയതായാലും വേണ്ടില്ല, വലുതായാലും വേണ്ടില്ല. ചെമ്മീൻ ഇത്തിരി ഒരു ഇടത്തരമാണ് കേട്ടോ, തീരെ ചെറുതല്ല. അപ്പോൾ ചെറുതായാലും കുഴപ്പമില്ല, വലുതായാലും ഗുണം ഒന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ, നിങ്ങൾക്കെല്ലാം പലതരത്തിൽ അറിയായിരിക്കും, പക്ഷേ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കണേക്കാളും തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ അറിയിക്കുക ഞാൻ പറയണോണ്ട് ആരും ഒന്നും പറയുന്നില്ല. എന്നാലല്ലേ എനിക്കൊരു തൃപ്തി ആവുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ തരണം, സബ്സ്ക്രൈബും തരണം കേട്ടോ. അപ്പോൾ അടുത്ത ഒരു പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബായ്. എല്ലാവരും പോയി ഇതുണ്ടാക്കി നോക്കി ചോറ് കൂട്ടി അങ്ങോട്ട് കഴിക്കേ, അല്ലേ ബെറോട്ടയുടെ എന്തിൻ്റെ ഇവിടെ ആണെങ്കിലും. അപ്പോൾ ഓക്കെ, ശരി, ബായ്.